സർവ്വകാര്യങ്ങളിലും അള്ളാഹുവിനോട് സഹായം ചോദിക്കാന്നാണ് ഇയ്യാക നസ്തഈന്റെ അർത്ഥം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതൊരു കാര്യത്തിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം തേടുകയാണെങ്കിലും അതിന് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടായാൽ അയാളെ സഹായം കിട്ടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് 500 രൂപ കടം ചോദിക്കാൻ വേണ്ടി നിങ്ങളെ വീട്ടിലേക്ക് രാവിലെ വരികയാണ്. എന്റെ മനസ്സിലുണ്ടാവും, പടച്ചോനെ ആ 500 രൂപ തരാൻ അയാളെ മനസ്സ് തോന്നിക്കണേ. അത് ഏതേത് കാര്യത്തിനും. ചെരുപ്പ് കുത്തിന്റെ അടുത്ത് ചെരുപ്പ് നന്നാക്കാൻ പോവാണ്, പടച്ചോനെ ആ ചെരുപ്പൂത്തി അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു, അയാളെ സൂചിക്കൊന്നും കേടില്ലാതെ എനിക്കൊന്ന് നന്നാക്കി ബസ് വരുന്നതിന് നന്നാക്കി കിട്ടിയാൽ മതിയായിരുന്നു. ഏതേത് സഹായം ചോദിക്കുമ്പോഴും അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഒരു പ്രാർത്ഥന നമ്മളെ മനസ്സിലുണ്ടാകും. അതിവിടെ തർക്ക വിഷയമേ അല്ല. അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം കിട്ടേണ്ടത്. അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ ഇല്ലേ? എന്റെ ചോദ്യം ഞാൻ എത്രയോ തവണ ആവർത്തിക്കുകയാണ്. നമ്മുടെ സുഹൃത്തിന് മറുപടി പറയുന്നില്ല. അല്ലാഹുവിനോട് ചോദിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ ഇല്ലേ? അത് വലവു അന്നഹും മിന്നലമുന്റെ പരിഭാഷ വായിച്ചതുകൊണ്ട് അതിന് മറുപടിയാവുകയില്ല. അമാനി മൗലവി എന്താണ് ഉദ്ദേശിച്ചതെന്ന് അമാനി മൗലവിയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആളുകൾക്കൊക്കെ വാങ്ങാൻ കിട്ടുന്ന പരിഭാഷ അത് ഏത് സുന്നികൾക്കും പരിശോധിക്കാവുന്നതാ. ഇത് ഞങ്ങൾ മാത്രം സ്വകാര്യം വെച്ചതല്ല, കേരളത്തിൽ പ്രസിദ്ധീകരിച്ചതാ. അതുകൊണ്ട് അത് നമ്മുടെ തർക്ക വിഷയത്തിൽ ഉത്തരമല്ല. എന്റെ ചോദ്യത്തിനാണ് എനിക്ക് ഉത്തരം കിട്ടേണ്ടത്. എന്റെ ചോദ്യം അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുകയും അതിന് തെളിവ് പറയുകയും വേണം. അങ്ങനെ പാടില്ല എന്നാണെങ്കിൽ സൃഷ്ടികളോട് ചോദിക്കാൻ, അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല, ചിലതൊക്കെ ചോദിക്കാൻ പാടുള്ളൂ. എങ്കിൽ ഏതൊക്കെയാണത് അത് വ്യക്തമാക്കേണ്ടതുണ്ട്. അത് വ്യക്തമായാലേ നമ്മുടെ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. വയ്യദീശയ്ക്ക് രക്ഷിക്കണേ, ബദരീകളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്നാണ് ഞങ്ങൾ ഇവിടെ വാദപ്രതിവാദത്തിൽ വാദിക്കുന്നത്. അതാണ് ഞങ്ങൾ വിഷയാവതരണത്തിൽ പറഞ്ഞത്. ആ വിഷയം തെളിയിക്കുവാൻ വേണ്ടി നിങ്ങളിവിടെ നിങ്ങളുടെ വാദം സ്ഥാപിക്കാൻ വേണ്ടി പ്രസംഗിച്ചപ്പോൾ തർക്കമില്ലാത്ത കുറെ സഹായ നേട്ടങ്ങൾ പറഞ്ഞു. അതിന് ഞാൻ പലവട്ടം പറഞ്ഞു. അപ്പൊ വിഷയം വളരെ വ്യക്തമായി. അതായത് നമ്മൾ ഏത് സംഗതിക്ക് പോകുമ്പോഴും ചെരുപ്പ് നന്നാക്കാൻ പോകുമ്പോൾ വരെ അള്ളാഹുവിങ്കിൽ നിന്ന് സഹായം കിട്ടണം എന്ന നിലക്കാ ചെരുപ്പൂത്തിയോട് പറയുന്നത്. അതുപോലെ അള്ളാഹുവിങ്കിൽ നിന്ന് കിട്ടണം എന്ന നിലക്കാ എല്ലാം പറയുന്നത്. അത് തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി ഒന്ന് വിചാരിച്ചാലും വിഷയം കഴിഞ്ഞില്ലേ? ഞങ്ങൾ റസൂലുള്ളാഹിനോട് പറയുന്നതും ഞങ്ങൾ ബദരീങ്ങളോട് പറയുന്നതും മുഹീദ്ദീൻ ശൈഖിനോട് പറയുന്നതും ഒക്കെ അള്ളാന്റെ സഹായം നബി മുഖേന കിട്ടണം എന്ന് വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ പറയും. നിങ്ങൾ പറയുന്നത് അങ്ങനല്ല. എന്തിന് നിങ്ങൾ ഈ മുസ്ലിമീങ്ങളെ മുസ്ലിക്കാക്കണം? അതങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ? നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്താ കാര്യലാഭം? ഈ മുസ്ലിം സമുദായത്തിന്റെ മഹല്ലുകളിൽ മുഴുവനും പോയി ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞ് ഭിന്നിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? നമ്മളെ മുസ്ലിം സമുദായത്തിനെതിരെ എല്ലാ നിലക്കും സർവ്വ കക്ഷികളും പുറത്തുനിന്ന് മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ എന്നുണ്ട് വഴി എന്ന് ചിന്തിക്കുമ്പോ സർവ്വ മഹല്ലിലും പോയിട്ട് അത് മുശ്രിക്ക്, ഇത് ശിർക്ക് എന്ന് പറഞ്ഞ് ലോകത്തുള്ള മുഴുവൻ ഇമാമിയങ്ങളെയും മുശ്രിക്കാക്കി ചിത്രീകരിക്കുന്ന നിങ്ങള് ഈ അടിസ്ഥാനപരമായി നിങ്ങൾ പറഞ്ഞല്ലോ, ആ അടിസ്ഥാനം ഒന്നങ്ങ് തുറന്ന് പറഞ്ഞാൽ മുജാഹിദ് പിരിച്ചുവിട്ടൂടെ നമുക്ക്? പിന്നെ ഈ വിഷയമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ചെരുപ്പ് കുത്തിയുടെ അടുക്കൽ പോകുന്ന സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാവോക്ക്. ഞങ്ങൾ മുഹീദ്ദീൻ ശൈഖിനെ സമീപിക്കുമ്പോൾ അങ്ങനെ തന്നെ ആദ്യം ഒരു ഫാത്തിഹ ഓതി അള്ളാഹിനോട് മുഹീദ്ദീൻ ശൈഖിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാ ഞങ്ങൾ മുഹീദ്ദീൻ ശൈഖിനോട് വിളിക്കുന്നില്ല. അതുപോലെ ഞങ്ങൾ റസൂലുള്ളാഹിനെ വിളിക്കുമ്പോഴും ആദ്യം ഒരു ഫാത്തിഹ ഓതിയിട്ട് റസൂലുള്ളാഹിന്റെ പേരിൽ പ്രാർത്ഥിച്ചിട്ടാ ഞങ്ങൾ പിന്നെ റസൂലുള്ളാഹിനെ വിളിക്കുക. കാരണം റസൂലുള്ളാഹിക്കുമില്ല സ്വന്തം കഴിവ്, ആർക്കുമില്ല, അള്ളാഹു തരുന്നതല്ലാതെ ഇല്ല. ഈ വ്യക്തമായ ആശയം അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു, നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു. നിങ്ങൾ എന്നോട് ചോദിച്ചു തന്നെ എന്ന് മുസ്ലിയായിരിക്കും ഒന്ന് അർത്ഥം കിട്ടിയത്. നിങ്ങളെ പരിഭാഷ വായിച്ചപ്പോ പിന്നെ നിങ്ങൾ മിണ്ടിയില്ല അതിനെ സംബന്ധിച്ച്. അതോട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത്, ഇതും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം സുന്നത്ത് ജീവിതത്തിൽ കൈയൊഴിച്ചു പോയവർ നബിയെ വിളിച്ച് ശുപാർശ തേടണമെന്ന് നിങ്ങളെ പരിഭാഷയിൽ തന്നെ ഉണ്ടെന്നത് ഞാൻ വ്യക്തമായി പറഞ്ഞു. നബിയെ വിളിച്ച് ശുപാർശ തേടൽ അത് ചോദിക്കാൻ പറ്റാത്ത ലിസ്റ്റിലാണോ നിങ്ങളുടെ അടുക്കലുള്ളത്?
പറ്റുന്ന കൂട്ടത്തിലാണോ? ഞങ്ങളടുത്ത് അങ്ങനെ ഒരു ലിസ്റ്റ് ഇല്ല. നിങ്ങളടുത്ത് ആ ലിസ്റ്റ് ഉള്ളത് ചിലത് അല്ലാഹുവോട് മാത്രം ചോദിക്കാവുന്നത്, ചിലത് റസൂലുള്ളാഹിനോട് ചോദിക്കാവുന്നത്. ഈ ലിസ്റ്റ് നിങ്ങളടുത്താ ഉള്ളത്. ഞങ്ങൾക്ക് അങ്ങനെ വാദം തന്നെ ഇല്ല. ഞങ്ങളെ വാദം ഇയ്യാക നസ്തഈൻ, സർവ്വ വിഷയങ്ങളിലും അല്ലാഹു തന്നെയാണ് മുസ്തആൻ, സഹായം ചോദിക്കപ്പെടുന്നവൻ. അതുകൊണ്ട് അല്ലാഹുവേ നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇതാ ഞങ്ങളെ വാദം. നിങ്ങളാണ് ഇത് വിഭജിച്ചത്. വിഭജിച്ച നിങ്ങളെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം എന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങള് ശഫാഅത്ത് നബിയോട് ചോദിക്കണം എന്ന് നിങ്ങളെ ഈ പരിഭാഷയിൽ തന്നെ ഉണ്ട്. നബി ശഫാഅത്ത് ചെയ്തിട്ടേ പുറത്തു കിട്ടുള്ളൂ. നിങ്ങളുടെ പരിഭാഷയിലുണ്ട് ആ വിഷയം, ആ ആശയം. അതാ ഞാൻ ഉദ്ധരിച്ചത്. അതുകൊണ്ട് ശഫാഅത്ത് ചോദിക്കുക എന്നത് അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണോ, നബിയോട് ചോദിക്കേണ്ടതാണോ എന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഇതുവരെ നാടായ നാട് മുഴുവനും നബിയോട് ശഫാഅത്ത് ചോദിച്ചതുകൊണ്ട് പറഞ്ഞിട്ട് ആളുകളെ മുഴുവൻ മുശ്രിക്കാക്കി നടന്നതല്ലേ? അതേ, അള്ളാഹുവിന്റെ ഉത്തരവില്ലാതെ അള്ളാഹിനെ മറികടന്നുകൊണ്ട് ശുപാർശ ചെയ്യുന്നവരുണ്ടെന്ന് മുശ്രിക്കീങ്ങൾ വാദിച്ചപ്പോ അള്ളാഹു ചോദിച്ചു, അള്ളാഹുവിന്റെ ഉത്തരവില്ലാതെ ശഫാഅത്ത് ചെയ്യുന്നവൻ ആരടാ? അല്ലാഹു ചോദിച്ചു. ഈ ആശയത്തെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തു. റസൂലുള്ളാഹിനെ ശഫാഅത്തിന് വിളിക്കുന്ന നിങ്ങളല്ലേ വാസ്തവത്തിൽ ശിർക്കാക്കിയത്? നിങ്ങൾ എന്തേ ഇവിടെ വെച്ചതൊന്നും പറയാത്തത്? വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കിയിട്ട് അല്ലാഹു തആല ബദറിൽ സഹായിച്ചിട്ട് അല്ലാഹു പറയും സഹായം അല്ലാഹുവിൽ നിന്ന് തന്നെ, സഹായം അല്ലാഹുവിൽ നിന്ന് തന്നെ. അപ്പൊ മലക്കുകൾ മുഖേനയുള്ള സഹായവും നബി മുഖേനയുള്ള സഹായവും ഔലിയാക്കൾ മുഖേനയുള്ള സഹായവും ബദരീകൾ മുഖേനയുള്ള സഹായവും മുഹീദ്ദീൻ ശൈഖ് മുഖേനയുള്ള സഹായവും ഡോക്ടർ മുഖേനയുള്ളതും എഞ്ചിനീയർ മുഖേനയുള്ളതും വക്കീൽ മുഖേനയുള്ളതും കോടതി മുഖേനയുള്ളതും പോലീസ് മുഖേനയുള്ളതും പണക്കാരൻ മുഖേനയുള്ളതും കടം കൊടുക്കുന്നവൻ മുഖേനയുള്ളതും മൗലവി മുഖേനയുള്ളതും മുസ്ലിയാർ മുഖേനയുള്ളതും എല്ലാവരിൽ നിന്നും കിട്ടുന്ന സഹായം അല്ലാഹുവിൽ നിന്നാണ്. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. സ്റ്റേജുകളിൽ മുഴുവനും നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ ഈ ആയത്ത് ഓതിയിട്ട്? ഇപ്പോഴെന്തേ നിങ്ങൾക്കത് പറയാൻ കഴിയാത്തത്? നിങ്ങൾ ചോദിക്കുന്ന സമയമാണ്, എന്നിട്ടും നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന സമയം നമുക്ക് കണ്ടറിയാം.